നമസ്കാരം, എല്ലാവർക്കും റെനീസ് കിച്ചന്റെ പാചകം ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് പായസമാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നുറുക്ക് ഗോതമ്പ്, ശർക്കര, തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ്, ഏലക്ക പൊടിച്ചത്, ഒരു നുള്ളുപ്പ്, പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇടയിൽ കാണിച്ചു തരാം. ഇത് നമുക്ക് ആദ്യം തന്നെ ഗോതമ്പ് വേവിച്ചെടുക്കണം. ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 4-5 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതാണ്. ഇത് വേവിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ആക്കാം. ഞാൻ 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ സ്റ്റീം വെന്റിൽ കൂടി ആവി വന്നതിന് ശേഷം മാത്രം വെയിറ്റ് വെച്ച് കൊടുക്കാം. നമ്മളിത് വേവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ പ്രഷർ കുക്കറിൻ്റെ ഈ സ്റ്റീം വെന്റിൽ ഈ ചെറിയ ഇതിൻ്റെ കഷ്ണങ്ങൾ വന്ന് അടഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത തവണ നമ്മളത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്ത തവണ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ആവി വന്നിട്ടുണ്ട്, നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു വിസിൽ വരുന്നവരെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. ഇനി തീ കുറച്ച് വെച്ച് ഒരു 3 മിനിറ്റ് കൂടി വേവിക്കാം. 3 മിനിറ്റ് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നാൽ മതി. നമ്മൾ ഈ പായസത്തിലേക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്ത് കിട്ടണം. പാകത്തിന് വെന്തില്ലെങ്കിൽ അത് പായസത്തിലേക്ക് അടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം നമ്മുടെ ഗോതമ്പ്. അപ്പം നമുക്ക് അരമണിക്കൂർ നേരത്തിന് ശേഷം മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ആ സമയം നമുക്ക് ഇതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 1.25 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 350 ഗ്രാം ശർക്കര ഉണ്ടാവും. നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് ഉരുക്കി കിട്ടാനായിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കരടൊക്കെ പോകാനായിട്ട് അരിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഇത് പ്രഷർ കുക്കർ ഇപ്പോൾ ഓഫ് ചെയ്തിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് സോഫ്റ്റ് ആയെങ്കിലേ നമ്മുടെ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണുന്നത് കുറച്ച് വെള്ളം എക്സ്ട്രായിട്ട് നിൽപ്പുണ്ട്. നമുക്കിത് ഊറ്റിക്കളയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഈ സമയത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അതിനായിട്ട് നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തീ വയ്ക്കാം. എന്നിട്ട് ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അടി പിടിക്കാതെ. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ശർക്കര നന്നായിട്ട് ഈ ഗോതമ്പിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് 2-ാം പാലാണ് ചേർക്കേണ്ടത്. തേങ്ങ ചിരണ്ടി പിഴിഞ്ഞിട്ട് ആദ്യം എടുക്കുന്നത് 1-ാം പാലും അതിനുശേഷം ഒന്നുകൂടി പിഴിഞ്ഞിട്ട് കിട്ടുന്നത് 2-ാം പാലും. അങ്ങനെ എടുത്ത് 5 കപ്പ് 2-ാം പാലാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. വീണ്ടും നമുക്ക് മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പായസം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി കട്ടിയെ വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കുക. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നത് എല്ലാ ഫ്ലേവറിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ്. അപ്പോൾ 1 നുള്ളു ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 3 കപ്പ് 1-ാം പാലാണ് ചേർക്കുന്നത്. 1-ാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിള വരണം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്, കണ്ടൻസ്ഡ് മിൽക്ക്.
ഇത് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പായസത്തിന്. ഇത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. മധുരം അനുസരിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി ചേർക്കാം. നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശർക്കര ഉരുക്കാൻ എടുക്കില്ല, ആ സമയത്ത് കുറച്ച് കൂടുതൽ ശർക്കര ചേർക്കാം. മധുരം പാകത്തിനായിട്ട് കഴിഞ്ഞിരിക്കാം. ഇനി കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാം. 4-5 ഏലക്കായുടെ അരി, കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാനായിട്ട് പഞ്ചസാര ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് ചേർക്കണം. അതിനായിട്ട് കുറച്ച് നെയ്യ് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഗോൾഡൻ കളർ ആകുന്നവരൊന്ന് ഫ്രൈ ചെയ്യാം. അണ്ടിപ്പരിപ്പ് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അത് നമുക്ക് അണ്ടിപ്പരിപ്പിന് പകരം അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പോ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കാം. ചിലരിതിന് പകരം കപ്പലണ്ടി, അതായത് നിലക്കടലില്ല, അത് വറുത്ത് ചേർക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പം ഇതിനൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉണക്കമുന്തിരി, ഇതൊന്ന് വീർത്ത് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. നമുക്ക് നെയ്യോട് കൂടി തന്നെ പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതാണ് നമ്മുടെ രുചികരമായ പായസം തയ്യാറായിട്ടുണ്ട്. എളുപ്പമാണ് തയ്യാറാക്കാൻ, അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പൊന്നുമില്ല. ഇത് ഇളക്കി ഒന്ന് എടുക്കാൻ കുറച്ച് സമയം എടുക്കും, കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രം. ഇത് ചെറിയ ചൂടോടെ നമുക്കിത് വിളമ്പാം. പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പായസം ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി കട്ടിയായി വരും. അതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർക്കണം. ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, അതിനോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. അപ്പോഴാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ എല്ലാ വീഡിയോസിനും നിങ്ങളുടെ കമൻസ് അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.